200 വർഷക്കാലം ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ കാൽക്കീഴിൽ ചവിട്ടിമെതിക്കപ്പെട്ട ഒരു ജനത സമാനതകളില്ലാത്ത പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഈ രാജ്യത്തെ. 7.5 പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ തന്നെ വൻ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, വ്യാപാര, വ്യവസായ മേഖലയിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാങ്കേതിക രംഗത്ത് അടക്കം മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ആണ് നമ്മുടെ ഇടം. സൈനിക കരുത്തിലും ഇന്ത്യയെ വെല്ലാൻ ലോകരാഷ്ട്രങ്ങളിൽ അധികമാരുമില്ല. നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച മറ്റൊരു ജനത മതത്തിൻ്റെ പേര് പറഞ്ഞ് വിഭജിച്ച് പിരിഞ്ഞിട്ടും 7.5 പതിറ്റാണ്ടായി. എന്നാൽ ഭരണകൂട അസ്ഥിരത, സാമ്പത്തിക പ്രതിസന്ധി, സാമൂഹിക അരക്ഷിതാവസ്ഥ, ഇതാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന ആ രാജ്യം. സഹോദര രാജ്യമെന്ന കരുതൽ മറന്ന് ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ 24 മണിക്കൂർ പ്രതിരോധിക്കാനുള്ള അംഗബലമോ സാങ്കേതിക തികവോ പാകിസ്ഥാനില്ല. അങ്ങനെ ഒരു രാജ്യത്തിന് 2025-ലും ഒളിഞ്ഞും പതിഞ്ഞും ഇരുന്ന് ആക്രമിക്കാനേ കഴിയും. മത തീവ്രവാദത്തിന് എത്ര കണ്ട് വളവും വെള്ളവും ഒഴിച്ച് നിങ്ങൾ വളർത്തിയാലും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയിൽ, ഐക്യത്തിൽ, മതേതരത്വത്തിൽ ഒരു ചെറു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി പോരാടിയ സ്വന്തം മകൾ മലാല യൂസഫ്സായിയുടെ തലയ്ക്ക് നേരെ നിറയൊഴിച്ച പാകിസ്ഥാനോട് ഒന്നേ പറയാനുള്ളൂ: ജനാധിപത്യം പുലരുന്ന നാട്ടിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കില്ലാത്ത നാട്ടിൽ ഞങ്ങൾ പരസ്പരം തർക്കിച്ചേക്കാം, പോരടിച്ചേക്കാം. പക്ഷേ ഹിമാൻഷി എന്ന ഞങ്ങളുടെ മകൾ, സഹോദരി ഇടനെഞ്ച് തകർന്ന് കരയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരമേ ഉള്ളൂ. ആ വികാരമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം.